സ്കൂൾ മുറ്റത്ത് വെച്ച് നടന്ന അപകടത്തിൽ 4 വയസ്സുകാരി കൊല്ലപ്പെട്ട ആ സ്കൂൾ മുറ്റത്താണ് ഞങ്ങളുള്ളത്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിന്റെ മുറ്റത്ത് ഇവിടെ വെച്ചാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി അപകടം ഉണ്ടാവുകയും സ്കൂൾ ബസ് കയറി 4 വയസ്സുകാരി ഹെയ്സൽ മരണപ്പെടുന്നതും ചെയ്യുന്നത്. രാവിലെ 9 മണിയോടുകൂടി വീട്ടിൽ നിന്നും ഈ മുറ്റത്തേക്ക് സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങിയ ഹെയ്സലും കൂട്ടുകാരികളും തൊട്ടു പിന്നിൽ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് തൊട്ടപ്പുറം കാണുന്ന ക്ലാസ് മുറിയിലേക്ക് പോവുകയുമായിരുന്നു. നടന്ന് ഒറ്റയ്ക്ക് പോകുന്നതിനിടയിൽ മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ കാണുന്ന ബസ് പെട്ടെന്ന് എടുക്കുകയും അപ്രതീക്ഷിതമായി മുന്നോട്ടെടുക്കുകയും ആ വാഹനത്തിൽ തട്ടി കുട്ടികൾ ടയറിനടിയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. അതിൽ ഹെയ്സൽ ആ തൽസമയത്ത് അവിടെ തന്നെ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ഇനയ എന്ന കുട്ടിയുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. വലിയ സുരക്ഷാ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. ഇത് ഡ്രൈവർക്കും വലിയ വീഴ്ച പറ്റി. കൂടാതെ സ്കൂൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടികളെ ക്ലാസ് മുറിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് സ്കൂൾ അധികൃതർ ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം പോലീസ് ഈ സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തും എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതേസമയം പരിക്കേറ്റ ഇനയ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മുറിയാണ് മരണപ്പെട്ട ഹെയ്സലിന്റെയും അപകടത്തിൽ പരിക്കേറ്റ ഇനയയുടെയും ക്ലാസ് മുറി എന്നുള്ളതാണ്. പ്ലേ സ്കൂൾ എന്ന ഈ ക്ലാസ് മുറിക്കുള്ളിലാണ്. ക്ലാസ് മുറിയിലേക്ക് വരുന്നതിനിടയിലാണ് അതിദാരുണമായ ആ അപകടം നടക്കുന്നതും ഒരു കുട്ടിയുടെ, ഒരു 4 വയസ്സുകാരിയുടെ ജീവൻ പൊലിയുന്നതും എന്നുള്ളതാണ്. ഈ ഭിത്തിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മരണപ്പെട്ട ഹെയ്സലിന്റെയും ഇനയയുടെയും പേരുകൾ ഇവിടെയുണ്ട്. ഇനയ തഹസിൻ, ഹെയ്സൽ ബെൻ എന്നീ 2 പേരുടെയും പേരുകൾ ഇവിടെയുണ്ട്. 17-ാം നമ്പർ ബസ്സിലാണ് അവർ വരേണ്ടത്. പക്ഷേ ആ ബസ്സിൽ 17-ാം നമ്പർ ബസ്സിൽ വീട്ടുമുറ്റത്ത് നിന്ന് സ്കൂൾ മുറ്റത്തേക്ക് എത്തിയ ആ കുട്ടികൾ തൊട്ടു മുമ്പിൽ നിർത്തിയിട്ടിരുന്ന 19-ാം നമ്പർ ബസ് ടയറിനടിയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. ഇതിൽ ഒരാൾ മരണപ്പെട്ടു, ഒരാൾക്ക് കാലിന് പരിക്കേറ്റു എന്നുള്ളതാണ്. വലിയ അശ്രദ്ധ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ഭാഗത്തുനിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നിലവിൽ പ്രാഥമികമായി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. മരണപ്പെട്ട കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പിന്നീടായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്ന് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നു.